സ്വപ്ന പദ്ധതിയായ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ബ്ലാസ്റ്റ് നടത്തിയിരിക്കുന്നു. താമരശ്ശേരി ബിഷപ്പ് എനിക്കൊപ്പമുണ്ട്. ഈ തുരങ്കം എന്ന പദ്ധതി അതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ താമരശ്ശേരി ബിഷപ്പ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 31 ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ ബിഷപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി പോലുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അടുത്ത് വിളിച്ചിരുത്തുന്നതും കണ്ടു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയത്. കാരണം ഇതിന് പണം എവിടെ നിന്ന് വരും അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മിനിസ്ട്രിയോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. ആദ്യ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. ഇനി പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും അല്ലേ എന്ന് നാം കരുതണം. ഇത്തരം പ്രോജക്റ്റുകൾ നമുക്കറിയാം, പാലം പണി തുടങ്ങി വർഷങ്ങൾ നീണ്ടുപോയ കാര്യമുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്ന് അത് മുടങ്ങിപ്പോകും. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. എത്രയോ പ്രോജക്റ്റുകൾ പകുതിയായി 5-6 കൊല്ലം കൊണ്ട് ചെറിയൊരു റോഡ് തീർക്കേണ്ടതാണ്, തീരാതെ കിടക്കുന്നുണ്ടല്ലോ. അതിന് കാരണം എന്തെങ്കിലും ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊന്നും വരാതെ എല്ലാവരും കൂടെ സഹകരിച്ചാൽ ഇത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്, നാടിനാവശ്യമാണെന്ന് കരുതി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഈ പ്രോജക്റ്റ് എത്രയും വേഗം തീരും. അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതിന് തുടക്കം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നു. നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിനൊക്കെ ബിഷപ്പ് പോയി കണ്ടതായിരിക്കും. ജോർജ് തോമസ് MLA ഉണ്ടായിരുന്നു, ഇപ്പോൾ ലിൻഡോ ജോസഫാണ് MLA. അവരുടെയൊക്കെ സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു? അവർ തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ ധനകാര്യമന്ത്രി KM മാണി, അദ്ദേഹത്തോടാണ് ഞാൻ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നത്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ പേര് ബജറ്റിൽ ഉൾപ്പെടുത്തി 100 രൂപയാണ് വെച്ചത്. ഒരു പ്രോജക്റ്റിന് 100 രൂപ വെച്ചു. പത്രത്തിൽ വന്നു പ്രോജക്റ്റ്, എല്ലാവരും കളിയാക്കി 100 രൂപയോ. അദ്ദേഹം പറഞ്ഞു, പ്രോജക്റ്റ് ഇപ്പോൾ നിയമസഭയിൽ എത്തിക്കാം, ഇനി അതിൻ്റെ ആവശ്യമായിട്ടുള്ള പണം നൽകുന്നത് നിയമസഭയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ്. അടുത്ത നിയമസഭയിൽ അത് ചർച്ച ചെയ്ത് 100 രൂപ ഈ ബജറ്റിൻ്റെ ചർച്ചയിൽ 20 കോടിയായിട്ട് ഉയർത്തി. ആദ്യത്തെ സർവേ. അദ്ദേഹത്തിനോട് എത്രയോ കടപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലിരുന്ന് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില ആളുകൾക്ക് ഇതൊക്കെ നടക്കുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു. കാരണം ചിപ്പിലത്തോട് പൂഴ്ത്തോട് ബദൽപാതകൾ മറ്റ് ചർച്ചകളുണ്ട്. ഇവിടെ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി മുടക്കണോ, ഇത് യാഥാർത്ഥ്യമാകുമെന്നൊക്കെ ചോദിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. അവർക്കുള്ള മറുപടി കൂടിയല്ലത്. അത് ഓരോ പ്രോജക്റ്റിനും സാധ്യതകൾ കൂടി പഠിക്കണമല്ലോ. ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അതിന് പിന്നാലെ പോയാൽ നടക്കുകയില്ല. പക്ഷേ ഇത് ഒരു റോഡ് ഇതിലെ വെട്ടണമെന്ന് ആയിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കുകയില്ല. കാരണം ഫോറസ്റ്റാണുള്ളത്, ഫോറസ്റ്റിൽ നിന്ന് അനുവാദം കിട്ടുകയില്ല. പക്ഷേ ഇതങ്ങനെയല്ല, മണ്ണിനടിയിലൂടെയാണ്, തുരങ്കപാതയാണ്. അപ്പോൾ അത് ഫോറസ്റ്റിന് അതിൻ്റെ അനുവാദം നൽകുന്നതിന് വിഷമമില്ല എന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പഠിച്ചിരുന്നു. ഇത് ഫോറസ്റ്റ് ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുമോ എന്ന്. അപ്പോൾ അവരുമായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തുരങ്കപാതയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ആ രീതിയിൽ മുന്നോട്ട് പോയത്. അതാണ്. സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ വരികയാണ്. ലിൻഡോ ജോസഫിന് അനുകൂലമായൊരു ഘടകം കൂടിയാണ്. അതിനെങ്ങനെ ബിഷപ്പ് കാണുന്നത്? അത് ഇനി ഇലക്ഷനിലുള്ള അത് വേറൊരു ഫീൽഡാണല്ലോ, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ മറിപ്പുഴ വന്നിട്ടുണ്ട്. പുഴയുടെ അക്കരെ നിന്നാൽ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കാരണം തൂക്കുപോലായിരുന്നു, മഴക്കാലത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ നാട്ടിലേക്കാണ് ഇത്തരത്തിൽ 4 വരി വലിയൊരു തുരങ്കം വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ, പ്രപഞ്ചം മുഴുവനും കൂടെ നിൽക്കുമെന്ന് ആൽക്കിമിസ്റ്റ് എന്ന നോവലിൽ വായിക്കുന്നുണ്ടല്ലോ, പൗളോ കൊയ്ലോയുടെ. നമുക്കൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ആ സ്വപ്നം നമുക്ക് തരുന്നത് ദൈവമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കൂടെ ഉണ്ടാകുമെന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് നൽകും, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. ആ ഒരു വചനമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:24. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മളെന്താണ്, ഭയപ്പെടാനൊന്നുമില്ലല്ലോ. ഈ നിമിഷം ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന കരുതിയിരുന്നു. കാരണം യുദ്ധം കാരണം ബഹ്റൈൻ കുടുങ്ങിപ്പോയിരുന്നല്ലോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നെന്ന്. കഴിഞ്ഞ 2 ദിവസത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള പ്രതിനിധികളുടെ, ഭാരവാഹികളുടെ സമ്മേളനമായിരുന്നു. 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, വ്യാഴവും വെള്ളിയും. ശനിയാഴ്ച രാവിലെ പോരുന്നതിന് വേണ്ടി എല്ലാം ഒരുങ്ങിയപ്പോൾ എയർപോർട്ടിലെത്തുമ്പോഴേ നമുക്ക് അറിവ് കിട്ടി, ഇസ്രായേൽ ഇറാനിൽ ബോംബിട്ടു എന്ന്. പക്ഷേ അത് കുറച്ച് ദൂരെയാണല്ലോ, ഒന്നും കുഴപ്പമില്ല. ഫ്ലൈറ്റിൽ കയറിയിരുന്നു, ഡോർ ക്ലോസ് ചെയ്തു,
ബോർഡിംഗ് ക്ലോസ് ചെയ്തു എന്ന് അവരറിയിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ബഹ്റിൻ്റെ അമേരിക്കൻ ബേസിൽ അവർ ബോംബിട്ടു. അപ്പോൾ ഏത് നിമിഷവും ബോംബ് വരാം, മിസൈൽ വരാമെന്ന് കരുതി അവിടെ കുടുങ്ങിപ്പോയി. 5 ദിവസം പിന്നീട് പോരാൻ സാധിച്ചില്ല. ഇപ്പോഴും അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കുകയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ടെൻഷൻ അടിച്ചു പോയോ? ആ ടെൻഷനില്ല, പക്ഷേ ആളുകളുടെ ദുരിതം, എല്ലാവരും ഭീതിയിലാണ്. എവിടെയാണ് ബോംബ് വീഴുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ വലിയ ഭീതി ഉളവാകുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. നാം നോക്കി നിൽക്കുമ്പോൾ മിസൈൽ പോകുക, അതിനെ എതിർക്കാൻ വേറൊരു മിസൈൽ വരിക, അവർ തമ്മിൽ കൂട്ടിയിടിച്ച് ആകാശത്ത് തന്നെ ആ തകരുക, അവിടുന്ന് കത്തി താഴേക്ക് വരുന്നത്, ഇതെല്ലാം നമ്മൾ നേരിൽ കാണുകയാണ്. ഇതുവരെ ടി വിയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നേരിൽ കാണുകയാണ്. നമ്മൾ ഈ മിസൈൽ പോയി പതിച്ചിട്ട് ആ കെട്ടിടങ്ങൾ കത്തിയെരിയുന്ന വലിയ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നത്, ആ അവസരങ്ങളിലുള്ള ഒരു ഭീതി 24 മണിക്കൂറും നമ്മളുള്ളിൽ ഒരു ഭീതിയാണ് ഉണ്ടാകുന്നത്. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഒരു ട്രൗമ എന്ന് നമ്മൾ പറയുള്ളൂ. അത്തരം ഒരു അന്തരീക്ഷമാണുള്ളത് ആ ദിവസങ്ങളിലെല്ലാം. അവിടുന്ന് എങ്ങനെ റോഡ് മാർഗമാണോ പിന്നീട് എങ്ങനെയാണ് വന്നത്? അവിടെ നിന്ന് ബഹ്റിനിൽ നിന്ന് വിമാനമൊന്നും തന്നെയില്ല. അതുകൊണ്ട് സൗദി അറേബ്യയിൽ റിയാദിൽ വന്നു. ട്രാൻസിസ്റ്റ് വിസ കിട്ടി. അവിടുന്ന് റോഡ് മാർഗം വിസ പെട്ടെന്ന് തന്നെ ക്രമീകരിച്ചു തന്നു. അവിടെ നിന്ന് മസ്കറ്റിൽ വന്ന്, മസ്കറ്റിൽ നിന്നാണ് കോഴിക്കോട് വന്നത്. ഇന്ന് രാവിലെ വെളുപ്പിന്. വളരെ സന്തോഷം. ഏതായാലും ബിഷപ്പിനും ഭാഗ്യമുണ്ട് ഈ പരിപാടിയിൽ. ചരിത്ര നിമിഷമാണ്. ആ നിമിഷത്തിൽ പങ്കുചേരാൻ ബിഷപ്പിന് സാധിച്ചു. ഏതായാലും നിശ്ചയദാർഢ്യമുള്ള നേതാക്കളും നേതൃത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.